അപ്പുറത്തോളെ എന്തിനാ അവള് പോടാ. എവള് എന്റെ സെറ്റപ്പ് എവിടെ ഉള്ളേ? മറീന. അതിന് വഴിയൊന്നുമില്ല. ഇന്ന് രാത്രി എന്റെ വീഡിയോ കോൾ വിളിച്ചല്ലേ? നിനക്ക് അങ്ങനെ ആള് മാറിയതായിരിക്കും. ഇല്ല ഞാൻ കണ്ടടാ. ഉറപ്പാണോ? ആ ആണ്. സത്യം അല്ലെങ്കിൽ നിനക്ക് വാങ്ങിക്കോട്ട് നോക്കൂ നമ്മുടെ വീട്. അയ്യോ എന്ത് പറ്റി മോളെ? ഡോക്ടറെ വിളിക്കണോ? നമുക്ക് ഈ വീടങ്ങ് പൊളിച്ചാല. അല്ലെങ്കിൽ വേണ്ട, ഈ റബ്ബർ അങ്ങ് മുറിക്കാം. അച്ഛൻ വെച്ചതാ. ഇത് നമ്മുടെ പാലസ് അല്ലേ? വാ. ചേട്ടാ ഇത് ഏത് പിന്നാമ്പുറം? ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പിന്നാമ്പുറം. അമ്മേ എന്താ മോനെ? ഒന്നിങ്ങി വന്നേ. ആരാ മോനെ ഇത്? ഇതിന്റെ ബെസ്റ്റിയാ, ഇപ്പൊ എന്റെ വൈഫ്. ഇറങ്ങി പോടാ സ്വന്തം കുമാരന്റെ മോനെ. ആരാടി എന്നെ വിളിച്ചത്? തന്റെ മോനൊരു കുരിപ്പിനെ കൊണ്ട് വന്നിട്ടുണ്ട്. ബെസ്റ്റിയാണ് പോലും. അതെങ്ങനാ? തന്തയുടെ ഗുണമല്ലേ കാണിക്കുള്ളൂ. നാട്ടുകാരൊക്കെ കൂടെ തന്തയ്ക്ക് പന്തോന്ന് പേരിട്ട പോലെ ഇനി ഇവനും കിട്ടും പുതു പന്തോന്ന്. അതെന്നാടി അങ്ങനെ ഒരു വർത്താനം? നിന്നെ ഇറക്കിക്കൊണ്ടുവന്നാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അബദ്ധം. നിന്റെയും കൂടി മോനാണ്ടി അവൻ. മനുഷ്യ, രാവിലെ ഒരു പണിയില്ലാതെ എന്റെ മെക്കെട്ട് കയറാതെ മര്യാദക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ നോക്ക്. ഓ യാ മോനെ, എന്തോന്നടാ ഇത്? ആരാടാ ഈ കൊച്ചുകുട്ടി? ചക്കര അടയുമ്പോൾ ഇങ്ങനെ ചേർന്ന് നിന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായി തന്നേ, ഇതെന്റെ ബെസ്റ്റിയാ. എന്റെ പൊണ്ണ് അച്ചോടാ, കൊള്ളാല്ല മോനെ. എനിക്കും കിട്ടൂടാ ഇതുപോലൊരു ബെസ്റ്റി. നിന്റെ അമ്മയോടൊപ്പമുള്ള ജീവിതം മടുത്തടാ. ഫേസ്ബുക്കിൽ ഇപ്പൊ പഴയ പോലെ ആരും റിപ്ലൈ ആയിരുന്നില്ല, എല്ലാം മുതുക്കിയടാ. സ്നാപ്ചാറ്റ് ഡൗൺലോഡ് ചെയ്യച്ചാ. അങ്ങനെ ഒരു സാധനം ഇറങ്ങിയ മോളെ. തുടങ്ങി. അച്ഛന് പറഞ്ഞേർന്നേ. അതിനെന്താ, ഇനി ഞാൻ ഇവിടില്ലേ? പൊന്നുമോള്, ഇവനെ എങ്ങനെ സെറ്റാക്കി? അത് പിന്നെ ഇപ്പൊ വിഷ്ണു അല്ലേ ഇൻസ്റ്റയില് ട്രെൻഡ്. അതില് കുറച്ച് ഫോളോവേഴ്സ് കിട്ടും. അതുകൊണ്ട് ആ ട്രെൻഡ് തീരുന്നതിന് മുന്നേ ഞാനിങ്ങ് ഇറങ്ങിപ്പോന്നു. എന്താ നിങ്ങളുടെ ഭാവി പ്ലാൻ? വേറൊന്നുമില്ല, അച്ഛൻ മരിക്കുന്നവരെ അച്ഛന്റെ പൈസ കൊണ്ട് ജീവിക്കുക. അത് കഴിഞ്ഞ് ഈ വീടും വസ്തുവൊക്കെ വിറ്റ് എങ്ങനെയെങ്കിലൊക്കെ ജീവിക്കണം. നിർത്തടാ, നിന്റെ പ്ലാൻ ഞാൻ കുറെ കേട്ടതാ. മോള് പറ, എന്താ നിങ്ങളുടെ പ്ലാൻ? ഒരു ഇൻസ്റ്റാ പേജ് തുടങ്ങണം. കുറച്ച് പോക്കി ട്രിപ്സ് വീഡിയോസ് ചെയ്യണം. പിന്നെ ചേട്ടൻ ഡാൻസ് കളിക്കും, കൂടെ ഞാനും. പെട്ടെന്ന് തന്നെ ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവും. ആ കുഞ്ഞിനെ വെച്ച് കുറെ ക്യൂട്ട് വീഡിയോസ് ചെയ്യണം. അപ്പൊ പിന്നെ വൈറലാകുമല്ലോ, കുറെ കൊളാബറേഷൻസ് കിട്ടും. പിന്നെ എല്ലാം ഫ്രീ അല്ലേ അച്ഛാ? കലക്കി. സ്മാർട്ട് ബോയ്. ഇതെന്തോ നാടേ ഇത്? ഒരെണ്ണ ഇവിടെ നിക്കരുത്, ഇറങ്ങിക്കോണം ഇവിടുന്ന്. അമ്മേ വിണ്ടരുത്, ഊരിപ്പോ ഇറങ്ങിക്കോണം. അവിടെ ഒരു കമ്മ. അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം. വേണ്ടായിരുന്നു. ആരാ അത്? ഇവനെതെങ്ങനെ അറിഞ്ഞു? ആരാ സുട്ടുണി? ആരടി ഫ്രഞ്ച്? നീ എന്തിവിടെ? സത്യം പറഞ്ഞില്ലേ കീട്ടി തരും ഞാൻ. കാണിക്കാതെ. എക്സ്ക്യൂസ് മീ, ആരാടി നീ? ആരാടാ നീ? ഞാൻ ഇവിടെ ബെസ്റ്റി, നീ ആരടാ? ഞാൻ ഇവിടെ ബെസ്റ്റി. അപ്പൊ രണ്ട് ബെസ്റ്റിയാ? അല്ല, എത്ര കാലം മുമ്പ്? 1 month. ഓ സോറി ബ്രോ, ഐ ആം ഓൺലി 6 days. ഭാഗ്യമുള്ള ഒരു ജനറേഷൻ. എനിക്ക് ഉണ്ടായിരുന്ന ഒരു ജനറേഷൻ. വിഷ്ണു, നീ മര്യാദയ്ക്ക് എവറ്റകളെ വിളിച്ചോണ്ട് പൊക്കോ. നിനക്കൊന്നുമില്ലെങ്കിലും കെട്ടിക്കാരായ ഒരു പെങ്ങളുള്ളതാ. എന്താ അവളെ കാര്യം ആലോചിച്ചാണ് ഞാൻ ഇവളെ വിളിച്ചോണ്ടത്. ആയ കാലത്ത് പഠിച്ച് വല്ല ജോലിക്കും പോകാതെ വല്ലവന്റെയും പിറകെ നടന്ന് അവനും തേച്ച് അവളും തേച്ച് അവസാനം ഈ നാട് മൊത്തം പാട്ടായി. ഇനി ഇവക്ക് എവിടെ നിന്ന് പേന കിട്ടാനാ? ഞാനും നോക്കി നോക്കി മടുത്ത്. 36 വയസ്സായി എനിക്കുമില്ല വികാരങ്ങളും വിചാരങ്ങളും. അതുകൊണ്ടാണ് ഞാൻ എന്റെ സുറ്റുമണിയെ വിളിച്ചോണ്ടെന്ന്. ഇങ്ങോട്ട് ഉടനെ തുള്ളി കയറി പോണം. ഇനി പോടോ നോറി. ഏത് ഡെലുലു? ഞാൻ ജംഗ്ഷനിൽ ആർക്കും നല്ല ഫ്ലെക്സ് വെച്ചിട്ടാ വന്നേ. നീ എന്തിനാ എന്നെ പറ്റിച്ചേ? ഞാൻ എനിക്ക് എന്തെല്ലാം വാങ്ങി തന്നു. നീ ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. എന്തോന്നാടി ഞാനെന്തോന്നു റോൾഡ് ഗോൾഡ്? അത് പിന്നെ ചേട്ടാ, ഈ ചേട്ടനെ ഞാൻ പരിചയപ്പെട്ട് ഇൻസ്റ്റയിലാ. അപ്പൊ ഈ ബംഗാളിയാ? സ്നാപ്ചാറ്റ്. ഇന്നലെ രാത്രി
ഇന്നലെ രാത്രി തന്നെ നമ്മൾ വീഡിയോ കോൾ ചെയ്തല്ലേ ചുട്ടുമണി? അതെന്തിനാടാ ഇവിടെ പറയുന്നത്? അതപ്പോ നൈറ്റ് 12 o'clock. എടി 10 മണിക്ക് നിനക്ക് തലവേദന എടുക്കണം, നിനക്ക് ഉറങ്ങണമെന്നൊക്കെ പറഞ്ഞില്ലടി പോയെന്നല്ലേ? അത് പിന്നെ ചേട്ടാ, ഞാൻ ഇടയ്ക്കൊന്ന് സ്വപ്നം കണ്ട് എണീറ്റായിരുന്നേ. അയിനി അപ്പൊ ഇൻസ്റ്റ നോക്കിയപ്പോ ഈ ചേട്ടന്റെ മെസ്സേജ് കണ്ടു. എനിക്ക് വയ്യ, എന്തോ നീ പിള്ളേരൊക്കെ. എന്താ സുലു ഇങ്ങനെ? അവര് കൊച്ചു കുട്ടികൾ, തെറ്റുപറ്റിയതാകാം. അവര് ബെസ്റ്റീസ് അല്ലേ? സൗമ്യമായിട്ട് നീ കേൾക്ക്. എടി, ബെസ്റ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും തെറ്റൊന്നും അല്ലെന്നേ. ഒരാൾക്ക് മിനിമം 4 ബെസ്റ്റിയെങ്കിലും വേണം ഇപ്പോഴേ. നിനക്കതിന് വല്ല അറിയാം? എനിക്കറിയണ്ട. എന്താ മോളെ ഇങ്ങനെ? മോക്ക് എത്ര ആപ്പുകളുണ്ട്? 1 2 3 4 കുറച്ചുണ്ട്. എന്നാ പിന്നെ ഈ ബംഗാളിയോ? ബെസ്റ്റി അച്ഛ, അല്ലാതെ വേറൊന്നുമില്ല. എന്റെ പോക്കറ്റ് മണിയാ. 2K സാലറി ഉണ്ട് ഡെയിലി. അതിവിടത്തെ മലയാളിക്ക് വല്ലതും കിട്ടുമോ? പിന്നെ ഒരു വഴിക്ക് പോവല്ലേ. നന്നായി മോളെ. എന്നാലും സുട്ടു എന്നോട് ഇത് വേണ്ടായിരുന്നു. ഓ, എന്തോ ഞാൻ എല്ലാം മറക്കാം. എന്റെ കൂടെ വരുമോ നീ? അടുത്ത മാസം 500 രൂപ കൂടുതൽ തരാന്ന് മുതലാളി പറഞ്ഞിട്ടുണ്ട്. ഡേ പവനായി, ഇന്നലെ ആറ്റാൽ പൊങ്കാല ഇടണമെന്ന് പറഞ്ഞോണ്ടല്ലേ നീ ലീവ് എടുത്തത്? നിനക്ക് 500 രൂപ കൂട്ടി തരാൻ ഞാൻ അച്ഛനോട് പറഞ്ഞേക്കാം. മോളെ ചുട്ടുമണി, ഞാനും എല്ലാം മറക്കാം. ഒരു നേരം കൂടെ. ഓഹോ, കൊള്ളാല്ല. ഞാൻ കത്തിച്ച് അടുപ്പിക്കൊണ്ട് ചട്ടി വെക്കുന്ന. നീ ഇപ്പൊ തീരുമാനിക്കണം, ഞാൻ വേണോ അതോ ഇവന്മാര് വേണോ? കൊള്ളാം. രണ്ടുപേരൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു മഹാഭാരത യുദ്ധത്തിന്റെ സ്കോപ്പ് ഉണ്ടായിരുന്നു. ഇറങ്ങി പോടാ എല്ലാം എന്റെ വീട്ടിൽ നിന്ന്. എന്റെ പൊന്നമ്മ, മക്കളെ നിർത്തടാ, അച്ഛനാണോ പറയുന്നത്? നിർത്തടാ. നോക്കി നിൽക്കാതെ പിടിച്ച് മാറ്റി മനുഷ്യ പിള്ളേരെ. എനിക്ക് ശരീരം അനങ്ങണത് ഇഷ്ടമില്ല. നീ ഒന്ന് വിളിക്കുവാ. ഓ, എന്നിട്ട് വേണം നിങ്ങളുടെ മോൻ എന്നെ എടുത്തിട്ട് അടിക്കാൻ. ഇപ്പോഴെങ്കിലും നീ പറഞ്ഞല്ല നമ്മുടെ മോനാണെന്ന്. അതിലിത്ര സംശയം എന്താ? കോഴിത്തരം കുറച്ച് കൂടുതലാണെങ്കിലേ ഉള്ളൂ. ഓ, എവളെ അച്ഛൻ ഭയങ്കര പൂവൻകോഴിയായിരുന്നു. ഓരോ പഞ്ചായത്തിലും ഉണ്ട് ഓരോ കൺമണികള്. ഇത് മനുഷ്യ രാവിലെ എന്റെ അച്ഛനെ പറഞ്ഞോണ്ടല്ലോ. എന്റെ അച്ഛനെ പറഞ്ഞ എന്ത് ചെയ്യടി? ചുട്ട കോഴിയെ പറപ്പിക്കണ ആളല്ലേ നിന്റെ അച്ഛൻ? എന്നിട്ട് എന്താ, നല്ലൊരു പൂങ്കോഴിയല്ലേ എന്റെ തലയിൽ കെട്ടിവെച്ചത്? എങ്ങനെ നിന്റെ കീറിയ പാവാട എന്റെ വീട്ടില് തയ്ക്കാനായിട്ട് കൊണ്ടുവന്ന് എന്റെ അമ്മയെ കാണിച്ച് അത് ചാക്കിലാക്കി. നീ എന്തരൊക്കെ കാണിച്ച് എന്നെയും ചാക്കിലാക്കില്ലേടി. എന്നിട്ട് പറയണ കേട്ടില്ലേ? അന്ന് എനിക്കൊരു അബദ്ധം പറ്റിയതല്ലേ. വാ, അബദ്ധം. തന്നെ ഞാൻ കഴുത്തുനിന്ന് വിടേ. കുറെ നാളായി തന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അയ്യോ, എന്റെ അമ്മയെ അടിക്കില്ലേ. രാത്രി മക്കളെ നിർത്തടാ. എടാ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടാ. എനിക്കിനി വയ്യടാ മോളെ. അപ്പൊ നീ തന്നെ 3 പേരെ ഇനി അഡ്ജസ്റ്റ് ചെയ്യണം. എനിക്കൊക്കെയാണ്. ഞാൻ അഡ്ജസ്റ്റ് ആക്കാം. നിങ്ങളും കൂടെ ഒന്ന് സഹകരിക്കണം. എങ്ങനെ അഡ്ജസ്റ്റ് ആക്കോ എന്റെ ചുട്ടുമണിയെ? മോനെ, അപ്പൊ നീ എന്നെ സഹകരിക്കണോടാ. എണീറ്റ് വാടാ. അതല്ല നിങ്ങളെ മോൻ തന്നെ. താങ്ക് യു സോ മച്ച്. ചേട്ടൻ എന്തിന്റെ കേടായിരുന്നു? മോളെ, ഇനി വേറെ ആരെങ്കിലും വരാനുണ്ടാ? ഫേസ്ബുക്കിൽ പരിചയപ്പെട്ട പട്ടാളത്തിൽ ജോലിയുള്ള ഒരു ആകാശേട്ടനുണ്ട്. പക്ഷെ വരൂല. കഴിഞ്ഞ മാസം തിരിച്ചുപോയി. ഭാഗ്യം. വെടികൊണ്ട് ചാവണ്ട, രക്ഷപ്പെട്ടു. ഏതായാലും പറ്റി. ഇനി ഇവളെ നീ തന്നെ നോക്കണം. നിന്നെ വിശ്വസിച്ച് കൂടെ ഇറങ്ങി വന്നവളാണ്. നീ തന്നെയാണ് ഇവളെ നോക്കേണ്ടത്. നീ തന്നെ നോക്കണം. നീ ആറ്റുകാൽ പൊങ്കാല ഉണ്ടാക്കി എവിടെ പോകുന്നു പറഞ്ഞ് എടാ പളഞ്ചേ, പഴിഞ്ഞേറ്റി തരിഞ്ഞൻ. നിന്റെ 500 കുണവയല്ലേ? നാളെ കമ്പനിയിലോട്ട് വാ. കാല് ഉളുക്കുന്നു. നീ എന്നടാ ബാക്കിലായി ചവിട്ടി തന്നെ എനിക്ക്. അങ്ങനെ അവന്മാരും പോയി. മക്കളെ, ഇതിനി നിങ്ങളുടെ സ്വർഗരാജ്യമാണ് കേട്ടാ. ഇതെല്ലാം എത്ര സെന്റ് ഉണ്ട്? ഇതെല്ലാം കൂടെ 58.75 എല്ലാം വെട്ടുന്ന റബ്ബറാ? ഇല്ല, രാവിലെ എന്റെ അച്ഛൻ കഴിച്ചിരുന്നിട്ട് തടവും.
ഊടോട്ടി. കേറി വാ തൊട്ട്. ഡേ ഇങ്ങനെ അടി വിളിച്ച് വീട്ടിനകത്ത് കയറ്റുന്നത്. അയ്യോ ഞാനത് മറന്നു. മോളെ, അല്ലെങ്കിൽ അമ്മു, ഉറക്കും. ആ വിളക്കെടുത്തിട്ട് വന്നേ. അച്ഛന്റെ മോൻ തന്നെ. കിടക്കുന്നുണ്ടേ. ആരടി? ആരി? നടേ പേപ്പറാ, ലെറ്ററാ. അമ്മ, അച്ഛ, ഇനിയും ഈ അപമാനം സഹിച്ച് നിങ്ങളുടെ ഇടയിൽ ജീവിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ പോകുന്നു. എന്നെ ഇഷ്ടപ്പെടുന്ന, എന്നെ അറിയുന്ന എൻ്റെ അഖിലേട്ടനോടൊപ്പം എന്നെ തേടരുത്.